നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതും ചിലർ +2 പഠിച്ചതും അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്വന്തം നോട്ട് ഉണ്ടാവും, ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്. അത് നോക്കി പഠിക്കലാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഹലോ ഡിയർ ടീച്ചേഴ്സ്, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. അപ്പോൾ നമ്മുടെ HSAയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ട് ഒക്കെ ഇരിക്കുമായിരിക്കും അല്ലേ? കുറേ പേരൊക്കെ പഠനം ആരംഭിച്ചു കഴിഞ്ഞു. കുറച്ച് പേരൊക്കെ ഇനിയും സംശയത്തിലാണ്. എങ്ങനെ പഠിച്ചു തുടങ്ങും, എവിടെ പഠിച്ചു തുടങ്ങും? സിലബസ് ഒക്കെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷേ ഒന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസം ഏറ്റവും നന്നായി ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റീവ് സ്റ്റഡി സ്ട്രാറ്റജിയുമായിട്ടാണ്. ഓക്കെ, സോ ഇനി പഠിച്ചു തുടങ്ങാത്തവർക്കും അതേപോലെ പഠിച്ചു തുടങ്ങിയവർക്കും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. എങ്ങനെ പോസിറ്റീവായിട്ട് ഇനിയുള്ള കുറച്ച് മാസങ്ങൾ നമുക്ക് ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാം, ഒട്ടും നമ്മളെ ഡൗൺ ആക്കാത്ത രീതിയിൽ. എല്ലാവരുടെയും പ്രശ്നം എന്താ? ആദ്യം തുടക്കത്തിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്നപ്പോൾ എല്ലാവരും സിലബസ് ഒക്കെ എടുത്തു, ബുക്കുകളൊക്കെ കളക്ട് ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ പഠനത്തിന്റെ എന്താണ്, നമ്മൾ ഡൗൺ ആയി പോവാണ്. പഠനത്തിന്റെ ആ ഒരു തീവ്രതയൊക്കെ എന്താ കുറഞ്ഞു വരുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ കുറച്ച് ലാഗ് ആയിട്ടുണ്ടാവും അല്ലെ? നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ സബ്ജക്റ്റും ആയിട്ടുള്ള ഒരു ടച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ പോയിട്ടുണ്ടാവും. അതൊക്കെ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇനിയുള്ള കുറച്ച് മാസം, നമുക്കറിയാം ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്താണ് നമ്മുടെ എക്സാം ഉണ്ടാവുന്നത്. സോ ഈ ഉള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഫെബ്രുവരി ആണ് അല്ലെ? ഇനിയുള്ള ആ കുറച്ച് മാസങ്ങൾ എങ്ങനെ എഫക്റ്റീവായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലബസും തീർത്ത് റിവിഷനും ചെയ്ത് നമുക്ക് പക്കാ ആയിട്ട് എക്സാമിന് തയ്യാറെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൃത്യമായും സിലബസിനെ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. 100 മാർക്കിന്റെ പരീക്ഷയാണ്. അതിൽ 80 മാർക്കാണ് കോർ ഏരിയ അല്ലെങ്കിൽ കണ്ടന്റ് ഏരിയ ആയിട്ട് വരുന്നത്. ബാക്കി 20 മാർക്ക് വരുന്നത് നിങ്ങളുടെ എന്താണ്, പെഡഗോജി, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ്, ജനറൽ നോളേജ് എന്നുള്ള ഒരു പാർട്ടിൽ നിന്നാണ്. അങ്ങനെ കൃത്യമായും ആ സിലബസ് അനാലിസിസ് ചെയ്ത് ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ടോപ്പിക്കുകളെയൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് ഓരോ മൊഡ്യൂൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയ ആണ് നമുക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നെല്ലാം മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ടോപ്പിക്കുകളെല്ലാം തന്നെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൊഡ്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോൾ HSA മാത്തമാറ്റിക്സ് കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് തന്നെ വരുന്നത് നമുക്ക് കുറേയൊക്കെ തന്നെ +1 +2 ടച്ച് ചെയ്യുന്ന ഏരിയ ആണ്. സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻ എന്നുള്ള ഒരു ഭാഗം. ഓക്കെ, മെട്രിക്സ്, ട്രിഗ്നോമെട്രി, സോളിഡ്സ്, ജോമെട്രി ഒക്കെ വരുന്ന ഭാഗമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിച്ചു പോകാവുന്നതാണ്. എന്നാൽ നിങ്ങൾ 3rd മൊഡ്യൂളിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് റിയൽ അനാലിസിസ് ഉണ്ട്, കോംപ്ലക്സ് അനാലിസിസ് ഉണ്ട്, നമ്പർ തിയറി തുടങ്ങിയ ഭാഗങ്ങളാണ് ആ ഒരു ഏരിയയിൽ വരുന്നത്. സോ അവിടെ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു പഠനം ആവശ്യമുണ്ട് അല്ലെ? കാരണം നമുക്ക് പലപ്പോഴായിട്ട് പല തിയറംസും എല്ലാം മറന്നു പോയിട്ട് കിടക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് തന്നെ ഏതൊക്കെ ഭാഗങ്ങൾ ആദ്യം പഠിക്കണം, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കി പോവുക. പിന്നീട് സമയമെടുത്ത് നമ്മൾക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ മാറ്റിവെക്കുക. അത്തരത്തിൽ നിങ്ങൾ മൊഡ്യൂൾസിനെ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതുപോലെ തന്നെ 6, 7, 8 മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമാണ് വരുന്നത്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റി പഠിക്കുക. ഇനി ഹൈ വെയിറ്റേജ് ടോപ്പിക് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് 2021 കഴിഞ്ഞ 2016, 2009 3 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ PSC പല ലാംഗ്വേജസിലായിട്ട് HSA മാത്തമാറ്റിക്സ് പരീക്ഷ NCA കാറ്റഗറിക്ക്, ബൈ ട്രാൻസ്ഫർ കാറ്റഗറിക്ക് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഭാഷ മാറിയാലും നമ്മുടെ കയ്യിലെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അവൈലബിൾ ആണ് അല്ലേ? അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിലേക്ക് കൊണ്ടുവന്ന് ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ നോക്കണം. അപ്പം നിങ്ങൾക്കൊരു കറക്റ്റ് ആയിട്ടൊരു യൂണിഫോം ആയിട്ടൊരു കാര്യം കാണാൻ പറ്റും. ചില ടോപ്പിക്കുകളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട്
കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക് ഏതാണെന്ന് മനസ്സിലാക്കിയെടുക്കണം. അവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതിന് ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു രീതിയിൽ, അതായത് നിങ്ങൾ ബുക്ക് റെഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ പല ഓൺലൈൻ വീഡിയോസ് ഉണ്ട് അതൊക്കെ കണ്ടിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ഒരു ടോപ്പിക് നന്നായിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ചെക്ക് ലിസ്റ്റ് ഓഫ് ഓൾ ദി ടോപ്പിക്സ് ആൻഡ് മാർക്ക് ദം ഓഫ് യു വിഷ്. അപ്പം നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ഈ ഒരു ടോപ്പിക്കിലൊക്കെ ഏതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, ഏതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അത് എന്നുള്ളത് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ടിക്കറ്റ് പോവുക. ഓരോ ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ ഇന്ന ടോപ്പിക് കവർ ചെയ്തു എന്നുള്ളപ്പോൾ നമ്മൾ ആ പേപ്പറിനകത്ത് ടിക്കറ്റ് പോവുക. അപ്പോൾ എന്താ, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരും അല്ലേ? ഓ, ഞാൻ ഇത്രത്തോളമൊക്കെ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം പഠിക്കാൻ ബാക്കിയുണ്ട്, ഞാനിങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ, ടിവിയും കണ്ട് ഫോണും നോക്കി ഇരുന്നാൽ പോരാ എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വരും. ഇനി നെക്സ്റ്റോ നോക്കൂ, ടൈം മാനേജ്മെന്റ് അല്ലെ. പഠിക്കുന്ന കാര്യത്തിൽ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം, നിങ്ങളുടെ അവൈലബിൾ ടൈം ഇപ്പോൾ ഒരു 3 മണിക്കൂറാണെങ്കിൽ ആ 3 മണിക്കൂറിനെ തന്നെ നിങ്ങൾ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയും അതിനെന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറ്റുകയും ചെയ്യണം. അതായത് അലൊക്കേറ്റ് ഫിക്സഡ് അവേഴ്സ് പെർ ടോപ്പിക്. ഓരോ ടോപ്പിക്കിനും കൃത്യമായിട്ടുള്ള, ഇപ്പൊ ചിലർക്ക് അരമണിക്കൂർ പഠിച്ചാൽ മതിയാവും, ചിലർക്ക് അത് 1.5 മണിക്കൂർ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവും, ചിലർക്ക് 1 മണിക്കൂർ കഴിഞ്ഞാൽ ബോറടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുപോലെ ഇപ്പൊ ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുവാണ്, ഇപ്പം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ പഠിക്കുകയാണ്, 1 മണിക്കൂർ അത് പഠിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏരിയ വേണ്ട, ശരി, നേരെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവുക. ഒരു അരമണിക്കൂർ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അത് കഴിഞ്ഞ് നേരെ വീണ്ടും ഇങ്ങോട്ട് വരാം, കുറച്ച് നേരം എന്താ ആ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ ബാക്കി പഠിക്കുക. അതിനുശേഷം വീണ്ടും ഒരു അരമണിക്കൂർ നമുക്ക് റിനൈസൻസിന് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫിക്സഡ് അവേഴ്സ് ഓരോ ടോപ്പിക്കിനും നിങ്ങളൊരു ഡേ തുടങ്ങുമ്പോൾ തന്നെ ഫിക്സ് ചെയ്യണം. അതായത് ഇന്ന ടൈം, രാവിലെ ഇപ്പോൾ 5 മണിക്ക് എണീറ്റ് പഠിക്കുകയാണെന്ന് വിചാരിക്കൂ, 5 മുതൽ 6 വരെ ഞാൻ ഇന്ന ടോപ്പിക്കാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഇന്ന സമയത്ത് ഇന്നതാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുകയും പെൻഡിങ് ഉള്ളത് അന്നേക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. പ്രയോറിറ്റൈസ് ഡിഫിക്കൽട്ട് ആൻഡ് ഹൈ വെയിറ്റേജ് ടോപ്പിക്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, സിലബസ് നോക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഏതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗം എന്ന്. അപ്പോൾ ആ ഭാഗം അത് ചിലപ്പോൾ ടഫായിട്ടുള്ള ഭാഗമാവാം, ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ഭാഗമാവും. അത് ടഫായിട്ടുള്ള ഭാഗമാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക? അത് നമ്മൾ പീക്ക് ലെവൽ, നമ്മൾ പഠിക്കുന്ന ഒരു ലെവൽ ഉണ്ടാവുമല്ലോ, ആ ഒരു സമയം അതിലേക്ക് അത് മാറ്റിവെക്കുക. അതുപോലെ ഇൻക്ലൂഡ് ഷോർട്ട് ബ്രേക്സ് ഫോർ എഫക്റ്റീവ് സ്റ്റഡി സെഷൻ. നമ്മൾ ഇങ്ങനെ ഇരുന്ന് 3 മണിക്കൂർ 4 മണിക്കൂറും പുസ്തകത്തിന്റെ മുന്നിൽ വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ പഠിക്കുന്നത് അത് അത്രയും തന്നെ എന്തായിരിക്കണം? ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് നടക്കുക, പുറത്തേക്കൊക്കെ ഒന്ന് പോവാം, അല്ലെങ്കിൽ വല്ല ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാം. അങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരു അയ്യോ പഠിക്കണമല്ലോ, ടെൻഷൻ, അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? ഒരു മാറ്റം കിട്ടും. നെക്സ്റ്റ്, സ്റ്റഡി മെറ്റീരിയൽ. അപ്പൊ നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡി മെറ്റീരിയൽസിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതും ചിലർ +2 പഠിച്ചതും അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്വന്തം നോട്ട് ഉണ്ടാവും, ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്. അത് നോക്കി പഠിക്കലാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്ക് നിങ്ങൾ കോച്ചിങ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയ ഒരു നോട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ നോട്ടായിരിക്കണം നിങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളാണ് അല്ലേ? NCERT, SCERT അതിൻ്റെയൊക്കെ മാത്തമാറ്റിക്സ് ബുക്സ് ഉണ്ടാവും അല്ലേ? നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കിനെ തന്നെയാണ്. ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാം, എന്തായാലും നമ്മൾ HSA അല്ലെ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെയാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മിനിമം ഒരു 8 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടോപ്പിക് കവർ ആകുന്നത് നമ്മുടെ NCERT ഭാഗത്തു നിന്ന് തന്നെയാണ്. NCERT +1 +2. ഓക്കെ,
NCERT +1 +2 മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബുക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ബുക്ക് ഏതെങ്കിലും കുട്ടികളൊക്കെ അടുത്തുണ്ടാവില്ലേ, അവരുടെ അടുത്തൊന്നൊക്കെ ചോദിച്ച് കളക്ട് ചെയ്ത് എന്തായാലും കയ്യിൽ വെക്കണം. അതുപോലെ തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, പ്രീവിയസ് ഇയർ ആയിട്ട് നമുക്ക് കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് കളക്ട് ചെയ്ത് അതിലെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഓൺലൈൻ റിസോഴ്സസിനെ, എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനൽസിനെ ഒക്കെ നമുക്ക് ആശ്രയിക്കാം അല്ലെ. എവിടെ നിന്ന് കിട്ടുന്ന നോളേജും എന്താണ്, അത് നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. നിങ്ങൾക്കൊരു ടോപ്പിക്ക് ഇന്നത്തെ കാലത്ത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ലൈബ്രറി, പണ്ടത്തെ കാലം പോലെ ലൈബ്രറി പോയി കണ്ടെത്തുക ഒന്നും ആവശ്യമില്ല, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് അല്ലേ. അപ്പോൾ നന്നായിട്ട് തന്നെ സോഷ്യൽ മീഡിയ അതുപോലെ യൂട്യൂബ് ഒക്കെ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഏത് ടോപ്പിക്ക് വേണമെങ്കിലും ഏതിൻ്റെ ക്ലാസ് വേണമെങ്കിലും നമുക്ക് അതിൽ അവൈലബിൾ ആണ്. പക്ഷേ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്ലാസ്സുകൾ മാത്രം കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താ, ഒരുപാട് റിസോഴ്സസ് എപ്പോഴും നമ്മുടെ പഠനത്തെ ബാധിക്കാറുണ്ട്. അതായത് പല പല ഗൈഡുകൾ അല്ലെ, പല പല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറക്കുന്ന പല പല ഗൈഡുകൾ ഉണ്ടാകും, പല പല ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും. അതുപോലെ അങ്ങനെ ഒരുപാട് റിസോഴ്സസ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പുറത്തെ പുസ്തകം വായിക്കാൻ, അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വായിക്കണം എന്ന്. അപ്പോൾ അത് നമ്മുടെ പഠനത്തെ ബാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായി അത് പഠിച്ചു പോയാൽ മതി. ഒരുപാട് റിസോഴ്സസിനെ ആശ്രയിക്കരുത്. ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും 1-2 ബുക്ക്. ഓക്കെ, അതിനാണ് നമ്മൾ പറഞ്ഞ ഈ NCERT നമുക്ക് എന്താണ് വിശ്വസിച്ച് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് പ്രാക്ടീസ് ആണ് അല്ലേ. പഠിച്ചിട്ടൊക്കെ എന്താ കാര്യം, ഇതൊക്കെ ഓർമ്മ നിൽക്കണ്ടേ. അതിനെന്ത് വേണം, കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വായിച്ചു പഠിക്കാനായിട്ട് കഴിയില്ല. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതായത് റെഗുലർ ആയിട്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. നമുക്ക് വളരെ കുറവ് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ NCERT ബുക്കിൽ തന്നെ നമുക്ക് എന്താ ഇഷ്ടം പോലെ എക്സസൈസ് പ്രോബ്ലംസ് അവൈലബിൾ ആണ് അല്ലെ. അതിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ദെൻ മോഡൽ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് സെന്ററിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. നമ്മളിവിടെ എൻട്രിയിൽ എന്താണ്, ഡെയിലി എക്സാംസ് ആണ് അല്ലെ, മോക്ക് എക്സാംസ് ആണ്. അപ്പോൾ അത് നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം നമുക്കൊരു നമുക്കറിയാം 1.5 മണിക്കൂറാണ് നമ്മുടെ സമയം പരീക്ഷയുടെ. ഈ 1.5 മണിക്കൂർ നമ്മുടെ മുന്നിൽ 100 ചോദ്യങ്ങളാണുള്ളത്. സോ നമ്മൾ ഒരു ചോദ്യത്തിന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അതെന്താ ഒരുപാട് ബാധിക്കും അല്ലെ. നമുക്ക് ഈ ഒരു 1.5 മണിക്കൂറിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് പാടില്ല. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും മാക്സിമം ഇത്ര ടൈമേ കൊടുക്കാൻ പാടുള്ളൂ. അത് അത്രയും ടൈം കൊടുത്തിട്ടും അതിന് ആൻസർ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു ഇതൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഇത്തരത്തിൽ മോഡൽ എക്സാമും മോക്ക് എക്സാമും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ക്വാളിറ്റിയാണത്. ഇനി ഐഡന്റിഫൈ വീക്ക് ഏരിയാസ് ആൻഡ് ഫോക്കസ് ഓൺ ദം. നമുക്കറിയാം ചിലർക്ക് ചില ടോപ്പിക്കുകൾ അല്ലെ, ചിലപ്പോൾ ചിലർക്ക് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല. ചിലർക്ക് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ അത്ര അങ്ങ് പറ്റില്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ്. ചിലർക്ക് റിയൽ അനാലിസിസ്, എന്നെ കൊണ്ട് ഇത് കയ്യിൽ എടുക്കാൻ പറ്റില്ല, ഞാൻ ബാക്കിയെല്ലാം പഠിക്കാം, ഇത് ഞാൻ ഒഴിവാക്കാണ് എന്ന് തോന്നും. പക്ഷേ ആ ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്യരുത്. നിർബന്ധമായും അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യുക, ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനൊക്കെ ഇപ്പോഴാണെങ്കിൽ സമയമുണ്ട്. പരീക്ഷ അടുത്തിരിക്കുന്ന 1 മാസം മുൻപ് അതിനൊന്നും സമയമില്ല. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അറിയാത്ത ടോപ്പിക്കുകളെ പാടെ ഒഴിവാക്കാതെ അവിടെ നിന്ന് ഏതൊക്കെയാണോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആ ഒരു ഏരിയ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് കവർ ചെയ്യുക. സെറ്റ് എ ടൈമർ ആൻഡ് പ്രാക്ടീസ് സോൾവിങ് പ്രോബ്ലം വിത്തിൻ എ സെറ്റ് ടൈം ലിമിറ്റ് ടു ഇംപ്രൂവ് സ്പീഡ് അല്ലെ. സ്പീഡ് ഇംപ്രൂവ് ചെയ്യണം. സ്പീഡ് ഇംപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തെറ്റുത്തരം വരരുത് അല്ലെ. സ്പീഡിൽ ചെയ്തിട്ട് കെയർലെസ് മിസ്റ്റേക്കിൽ തെറ്റിപ്പോവാറുണ്ട് കുറെ പേർക്ക്. അങ്ങനെ പാടില്ല. തെറ്റാതെ നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരത്തിലേക്ക് എത്തും വേണം. അതുകൊണ്ട് തന്നെ ഡെയിലി പ്രാക്ടീസ് മസ്റ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് റിവിഷൻ സ്ട്രാറ്റജി അല്ലെ. പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് രാവിലെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ ഇന്നലെ നിങ്ങൾ പഠിച്ച കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ടേ ഇന്നത്തെ പഠനം തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയി റിവൈസ് ചെയ്യുമ്പോഴാണ്
ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലിരിക്കുള്ളൂ. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, എപ്പോൾ പഠിക്കുമ്പോഴും ജസ്റ്റ് ബുക്കിന്റെ 1-2 പേജ് മുന്നോട്ട് മറിച്ച് ആ മുന്നേ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു വിട്ടതിന് ശേഷം ഇന്നത്തെ പഠനം തുടങ്ങുക. അങ്ങനെ ഡെയിലി എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു നോട്ട്ബുക്കോ അല്ലെങ്കിൽ പേപ്പർ മടക്കിയിട്ടോ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ നമുക്ക് ചെറുതായിട്ട് അതിനകത്ത് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എഴുതുന്ന ഈ ഫോർമുലയൊക്കെ നമുക്ക് പിറ്റേ ദിവസം എന്ത് ചെയ്താൽ മതി, ചെറിയ ബുക്കിലാകുമ്പോൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് വായിക്കാനും നമുക്കത് തോന്നുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ നമുക്കത് ഓർത്ത് വെക്കാനും പറ്റും. അപ്പോൾ ചെറിയ ഫോർമുല ബുക്ക് ഉണ്ടാക്കുക. ഫ്ലാഷ് കാർഡ് അതൊന്നും ആവശ്യമില്ല, നമുക്ക് ഫോർമുല ബുക്ക് മതി. ഗ്രൂപ്പ് സ്റ്റഡി സെഷൻ ഫോർ ഡിസ്കഷൻ. നിങ്ങൾ 1-2 പേര് ഒരുമിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാം ഗ്രൂപ്പോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ചുമ്മാ അതിനകത്ത് ഓരോരുത്തർക്ക് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുക, അവരതിന് ആൻസർ പറയുക. ഇപ്പം 5 ആളുണ്ടെങ്കിൽ 5 ആളും ഓരോ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ഇത്തരത്തിൽ നിങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റഡി, ഇനി നിങ്ങൾ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്, വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുമിച്ചിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രീതി ഫോർമുലകളൊക്കെ ചോദിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ റിവിഷനെ നന്നായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സ്റ്റേ ഹെൽത്തി ആൻഡ് മോട്ടിവേറ്റഡ്. നമ്മൾ പഠിക്കാനൊക്കെ ഇരുന്നു അല്ലേ, ഉറക്കമില്ല, ഭക്ഷണമില്ല, നേരെ വെള്ളം കുടിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശാരീരികമായിട്ടും നിങ്ങളെ ബാധിക്കും, മാനസികമായിട്ടും നിങ്ങളെ ബാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫുഡൊക്കെ കഴിക്കുക, അതുപോലെ നന്നായിട്ട് തന്നെ ഉറങ്ങുക. ഉറക്കം അണിച്ചിട്ടുള്ള പണിയൊന്നും വേണ്ട, നമ്മൾക്ക് ആവശ്യത്തിനുള്ള സമയം നമ്മൾ ഉറങ്ങുക. പഠിക്കാനും സമയം കണ്ടെത്തണം. ഉറക്കം തീരെയും ഇല്ലാതെ പഠിക്കുന്നത് അത്ര നമുക്ക് ഈ പരീക്ഷ പോയി എഴുതണമെങ്കിൽ നമുക്കൊരു ആരോഗ്യം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ റെഗുലറായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക. ദെൻ നന്നായിട്ട് തന്നെ ഉറങ്ങുക. ഇങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ പഠിച്ച കാര്യമൊന്നും നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് കഴിയില്ല. പിന്നെ ഡയറ്റ് അല്ലേ, നല്ല ഭക്ഷണം കഴിക്കാം, ജങ്ക് ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കി നല്ല ഫുഡൊക്കെ കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക. അതുപോലെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അതായത് കുറേ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഞാനിപ്പോൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതിയോ, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ടാവും അല്ലേ, അവർക്കൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ അറിയാം, എനിക്കിതൊന്നും അറിയുന്നില്ലല്ലോ എന്നുള്ള തോന്നലുകൾ നിങ്ങളുടെ മനസ്സിൽ വരും. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, അവരും ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് വേണ്ടി കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നുണ്ട്, അത് മാത്രം മതി. അപ്പം ഞാൻ പഠിക്കും, എനിക്ക് ഉറപ്പായിട്ടും ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നെ നിങ്ങൾ ചിലപ്പോൾ അമ്മമാരൊക്കെ ആയിരിക്കും അല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ പഠനത്തിന്റെ ഇടയിൽ കൂടെ ഓടിയൊക്കെ വരും, കുട്ടികളാണല്ലേ. അപ്പോൾ അവരെ ഒന്നും വഴക്ക് പറയാതെ അല്ലേ, സ്നേഹത്തോടെ അവരെ പോവാൻ പറയുക, അല്ലെങ്കിൽ സ്നേഹത്തോടെ അവരോട് പറയാം, അമ്മ പഠിക്കുകയാണ്, നീ പിന്നെ വാ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു വെക്കുക. അല്ലാതെ അവരോട് നിങ്ങൾ തർക്കിച്ചു കഴിയുമ്പോൾ പിന്നെ അവിടെ അതൊരു ഇഷ്യൂ ആവുകയും അത് നിങ്ങളെ തന്നെ വീണ്ടും ബാധിക്കുകയും ചെയ്യും. സോ അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് കൺസിസ്റ്റൻസി അല്ലേ, പഠിക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസി. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എപ്പോഴും ആ ഷെഡ്യൂൾ, നമ്മുടെ ആ ടൈം ടേബിൾ കൃത്യമായി ഫോളോ ചെയ്യുക. ഓരോ വീക്കിലും ടൈം ടേബിൾ ഇടുക. ഒരു സൺഡേ ഈവനിങ് ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് സൺഡേ വരെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോവുക. അതുപോലെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളെ തന്നെ ആദ്യം വിശ്വസിക്കണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ക്രാമിങ്. ഓക്കെ, നമ്മൾ ഈ അവസാന നിമിഷം, നമ്മൾ PSC എക്സാമിനൊക്കെ പോകുമ്പോൾ കാണാം, ബെല്ലടിച്ചിട്ട് പോലും പുറത്തു നിന്ന് വായിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ, ലാസ്റ്റ് മൊമെന്റിൽ എല്ലാം കൂടെ അങ്ങനെ വലിച്ചു വാരി കൂടെ അങ്ങ് പഠിക്കും അല്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് ഇപ്പൊ തൊട്ട് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെന്റിൽ കൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടേ, വെറുതെ ഒന്ന് വായിച്ചു പോവേണ്ടതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫോർമുല ബുക്കും നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ടും ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു പോവേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇനി സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാനും റെഗുലർ പ്രാക്ടീസും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്
തയ്യാറെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും എന്താണ് പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. നിങ്ങൾ ഇനിയും വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ഇപ്പം മുതൽ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പഠനം അവിടെ ആരംഭിച്ചിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ ഈ ഒരു സിലബസ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത HSA എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതായിരിക്കും. ചുമ്മാ പഠിച്ചാൽ പോരാ, മുൻ റാങ്കുകളിൽ എത്താൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് റാങ്ക് തന്നെ എയിം ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. നിങ്ങളുടെ ജില്ലയിലെ ഒന്നാമത്തെ റാങ്ക് നിങ്ങളായിരിക്കുമെന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന HSA എക്സാം ക്വാളിഫൈ ചെയ്യാനാവട്ടെ. തൊട്ടടുത്ത വർഷം തന്നെ നിങ്ങൾക്കൊരു സ്കൂളിൽ അധ്യാപികയായിട്ട് കയറാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ എല്ലാവർക്കും ഗുഡ് ലക്ക്.